ഹായ്, ഇന്ന് ആദ്യവളുടെ സ്കൂളിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ഇതാണ് അവരുടെ യൂണിഫോം. ഇന്നത്തോടുകൂടി എക്സാം കഴിഞ്ഞ് പിന്നെ അവർക്കൊരു ഗ്രാജുവേഷൻ പ്രോഗ്രാം ഉണ്ട് നമ്മുടെ KG കുട്ടികളുടെ. അത് കഴിഞ്ഞാൽ അവർക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞു. ആൾ രാവിലെ തന്നെ നേരത്തെ എഴുന്നേൽക്കൊക്കെ ചെയ്യും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവളുടെ കാര്യങ്ങളൊക്കെ അവൾ സ്വന്തമായിട്ട് ചെയ്തോളും. പിന്നെ ഒരു 7:30 7:35 ആകുമ്പോഴത്തേനാണ് ഓട്ടോ വരിക. ഞങ്ങൾ നേരത്തെ റെഡി ആയി നിൽക്കുന്ന ദിവസം ആണെങ്കിൽ ഓട്ടോ ഒന്ന് ഡിലേ ആവും, ഇല്ലെങ്കിൽ പിന്നെ ഓട്ടോ നേരത്തെ എത്തും എന്നുള്ള അവസ്ഥയാണ്. ഇതാണ് അവരുടെ സ്കൂൾ കേട്ടോ, കുന്നമംഗലത്ത് ഓക്സിലിയം നവജ്യോതി സ്കൂളാണ് ആദ്യം പഠിക്കുന്നത്. അപ്പോൾ ഇപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഫൈനൽ എക്സാമാണ് എഴുതുന്നത്. ഇന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അവളുടെ കഴിഞ്ഞു. അതേപോലെ തന്നെ ഈ സ്കൂളിലെയും ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങൾ ഇനി അടുത്ത വേറൊരു സ്കൂളിൽ അഡ്മിഷൻ എടുത്തു. അപ്പം ഇവിടുത്തെ ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയൊക്കെ അവൾ ഒത്തിരി മിസ് ചെയ്യും. ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ LKGയിലുള്ള കുട്ടികളല്ല UKG എത്തുമ്പോഴത്തേനും, പിന്നെ അവരൊന്നുമല്ല ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ ഉണ്ടാവുക. കാരണം കുട്ടികളൊക്കെ ഇവരെ ഷഫിൾ ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻറ്റിമസി കുട്ടികളുടെ ഇടയിൽ ഒരു വർഷം കൊണ്ട് ഉണ്ടായി വരുമ്പോഴത്തേനുമാണ് പിന്നെയും അടുത്ത ക്ലാസ്സിൽ പുതിയ ഫ്രണ്ട്സ് വരിക. കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ. എല്ലാവരും നമ്പറൊക്കെ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി കൊണ്ടുവരും കേട്ടോ ചെയ്യുക. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് അമ്മ സേവ് ചെയ്യും, നമുക്ക് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോണ്ടാക്റ്റൊക്കെ കീപ്പ് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ അവരുടെ സ്കൂളിൻ്റെ മെയിൻ ബ്ലോക്ക്. ഇവിടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഹാളിൽ നിന്ന് ഇവർ താഴേക്ക് വരികയാണ്. ടീച്ചറിൻ്റെ കൂടെ എല്ലാ കുട്ടികളും ഇങ്ങനെ ക്ലാസ്സിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരൊന്ന് ജസ്റ്റ് ഒന്ന് തുള്ളി കളിച്ചു കേട്ടോ. പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, കുട്ടികളൊക്കെ പോയി. ഞങ്ങൾ വിളിച്ചുകൊണ്ട് വരാൻ വന്നെങ്കിലും ആദ്യം ഓട്ടോയിലാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഓട്ടോ മാമൻ്റെ വക ട്രീറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഞങ്ങളുടെ കൂടെ വന്നില്ല, ഓട്ടോയിൽ തന്നെ വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ ടീച്ചേഴ്സിനോടൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു. വീട്ടിലെത്തി അവൾ ഡ്രസ്സൊക്കെ മാറി അമ്മ അവൾക്ക് പാല് കൊടുക്കുക കേട്ടോ. എല്ലാം എന്താ പറയുക, അമ്മ ഇങ്ങനെ ഒരു ഗെയിം കളിക്കുന്ന പോലെയാണ് കൊടുക്കുന്നത്. ഞാൻ 10 വരെ എണ്ണ, അപ്പത്തേനും കുടിച്ച് കഴിയുമോ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരൊക്കെ അങ്ങനെ കുട്ടികൾക്ക് ചെയ്യിപ്പിക്കാൻ മതി. പിന്നെ അവൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവളുടെ ബുക്കൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇനിയിപ്പം ആവശ്യമില്ലല്ലോ, അപ്പം അത്യാവശ്യം വേണ്ടതും അതേപോലെ സ്റ്റോറി ബുക്സൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചു. പിന്നെ ഇവൾ നെയിലാട്ട് മേടിച്ചിരുന്നു. നമ്മൾ ആ ഒരു എക്സാം കഴിഞ്ഞിട്ടേ തരുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എക്സാം കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ പോയിട്ട് എല്ലാം അൺബോക്സ് ചെയ്തു, സാധനങ്ങളൊക്കെ നിരത്തി വെച്ചേക്കാണ്. പിന്നെ അമ്മേൻ്റെ അടുത്ത് പറയണം, അമ്മമ്മേൻ്റെ കൈ ഞാൻ സൂപ്പറാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്കാണ് ഫസ്റ്റ് നെയിലൊക്കെ ഒട്ടിച്ചു കൊടുത്ത് അങ്ങനെ കുറച്ച് സമയം കഴിച്ച് TV ഒക്കെ കണ്ട് ഈ ഒരു ഡേ കഴിഞ്ഞു.